വെളിപ്പാട് പുസ്തകം വിശുദ്ധ തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന പുസ്തകങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങൾ പരിശുദ്ധാത്മാവ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കായി നൽകിയിരിക്കുന്നു. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നും ന്യൂ ടെസ്റ്റ്മെന്റ് എന്നും 2 നിലകളിൽ ഇതിനെ വേർതിരിച്ച് പഠന സൗകര്യാർത്ഥം ഈ നിലകളിൽ അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. പഴയ നിയമ പുസ്തകമായിരിക്കുന്ന ദാനിയേൽ പ്രവചന പുസ്തകവും പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകവും നമുക്ക് ഒരുപോലെ ചേർത്ത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് പഠിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം. 2 പുസ്തകങ്ങളാണിത്. പലപ്പോഴും പലരും ഇതിനെ വെളിപ്പാടെന്നും വെളിപാടെന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥമായ ഉച്ചാരണം വെളിപ്പാട് എന്നാണ്. വെളിപ്പാട് പുസ്തകം എഴുതിയത് കർത്താവിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ എന്ന ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് അറിവുകൾ ലഭിക്കുന്നു. യോഹന്നാൻ തന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോൾ മറ്റ് അപ്പോസ്തലന്മാരെ വെച്ച് ജീവിതത്തിൽ യഥാർത്ഥമായ മരണം കൈവരിച്ച, സാധാരണ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ അവസാനിക്കുന്നുവോ അതേ നിലകളിൽ മരണപ്പെട്ട ഒരു വ്യക്തി, ഒരേ ഒരു ശിഷ്യനാണ് യോഹന്നാൻ. എന്നാൽ മറ്റ് ശിഷ്യന്മാരെ കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ പലരും ഈർച്ചവാളിനാലും അതുപോലെ തന്നെ വിവിധമായിരിക്കുന്ന പീഡന മുറകളാലും ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടവരാണ്. പക്ഷേ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ആ നിലകളിൽ ഒന്നുമല്ല. താൻ മരണമടഞ്ഞത് തൻ്റെ വാർദ്ധക്യ സമയത്ത്, താൻ വയോധികനായ ശേഷം താൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുകയാണ് ഉണ്ടായത്.